നമുക്കിനി ഡിസ്കസ് ചെയ്യാനുള്ളത് കോമ്പാക്റ്റ് ഓപ്പറേറ്റേഴ്സിൻ്റെ സ്പെക്ട്രത്തിനെ കുറിച്ചിട്ടാണ്. ഓക്കെ, എന്താണ് കോമ്പാക്റ്റ് ഓപ്പറേറ്റേഴ്സ് എന്ന് നമുക്കറിയാം. അതായത് ഒരു നോൺ ലീനിയർ സ്പേസ് എക്സ് എന്ന് എക്സിലേക്കുള്ള ഓപ്പറേറ്റർ, ആ ഓപ്പറേറ്ററിൽ ബൗണ്ടഡ് സീക്വൻസുകളെ കോഷി സബ് സീക്വൻസ് ഉള്ള ഒരു സീക്വൻസുകളിലേക്ക് മാപ്പ് ചെയ്യുന്ന ഓപ്പറേറ്റേഴ്സിനെയാണ് നമ്മൾ കോമ്പാക്റ്റ് ഓപ്പറേറ്റേഴ്സ് എന്ന് പറയും. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള കോമ്പാക്റ്റ് ഓപ്പറേറ്റേഴ്സിനെ കുറിച്ചിട്ടാണ് നമുക്ക് ഈ സെക്ഷനിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പോൾ അതിന് മുന്നേ നമുക്കൊരു ലെമ്മ ഉണ്ട്. ഓക്കെ, ഈ ലെമ്മ ഉപയോഗിച്ച് നമുക്ക് വരുന്ന തിയറങ്ങളിലൊക്കെ ഉപയോഗിക്കാനുണ്ട്. അപ്പോൾ ലെമ്മ എന്താണെന്ന് നോക്കാം. ലെറ്റ് E1 be a closed subspace of E such that E not equal to E1 subspace of E subspace of X. അതായത് എക്സ് എന്നുള്ളൊരു ലീനിയർ സ്പേസ് ഉണ്ട്, അതിൻ്റെ സബ്സ്പേസ് ആണ് ഇ, അല്ലെങ്കിൽ അത് തന്നെയാണ് ഇ, അല്ലെങ്കിൽ ഓക്കെ ഇ ഈക്വൽ ടു എക്സ് ആവാം. ഓക്കെ, അതിൻ്റെ ഒരു പ്രോപ്പർ ഇൻ്റെ ഒരു പ്രോപ്പർ സബ്സ്പേസ് ആണ് E1. ഓക്കെ, പ്രോപ്പർ സബ്സ്പേസ് ആണ് E1. മോർ ഓവർ അത് ഇയിൽ ക്ലോസ്ഡ് ആണ്. ഓക്കെ, ഈ എന്നുള്ള ലീനിയർ സ്പേസിൽ E1 ക്ലോസ്ഡ് ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ലെമ്മ പറയുന്നത് y0 എന്നുള്ള ഒരു യൂണിറ്റ് വെക്ടർ ഇയിൽ എക്സിസ്റ്റ് ചെയ്യും. y0 എന്നുള്ള ഒരു യൂണിറ്റ് വെക്ടർ ഇയിൽ എക്സിസ്റ്റ് ചെയ്യും. y0ഉം E1ഉം തമ്മിലുള്ള ഡിസ്റ്റൻസ് ഗ്രേറ്റർ ദാൻ 1/2 ആയിരിക്കും. ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1/2 ആയിരിക്കും. അതാണ് തിയറം പറയുന്നത്. അതായത് ഇൻ്റെ ഒരു പ്രോപ്പർ ക്ലോസ്ഡ് സബ്സ്പേസ് ആണ് E1. അങ്ങനെയാണെങ്കിൽ ഇയിൽ ഒരു യൂണിറ്റ് വെക്ടർ എക്സിസ്റ്റ് ചെയ്യും. ആ യൂണിറ്റ് വെക്ടർ E1ഉമായിട്ട് ഡിസ്റ്റൻസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1/2 ആയിരിക്കും. ഓക്കെ, അതാണ് തിയറം ലെമ്മ പറയുന്നത്. പ്രൂഫ് നോക്കുക, സിമ്പിൾ പ്രൂഫാണ്. അപ്പോൾ നമ്മളൊരു എലമെൻറ്റിനെ ഈ ഡിഫറൻസ് E1 എന്ന് ചൂസ് ചെയ്യുക. ഈ ഡിഫറൻസ് E1 എന്നാണ്, ഈ ബാർ E1 എന്നല്ല, ഈ മൈനസ് E1 എന്നുള്ള ഒരു ഈ മൈനസ് E1 ആണത്. ഓക്കെ, അതായത് E1ൻ്റെ കോംപ്ലിമെൻറ്റ് ഇയിൽ, ആ കോംപ്ലിമെൻ്റ് എന്ന് ഒരു y എന്നുള്ള എലമെൻറ്റിനെ ചൂസ് ചെയ്യുക. അപ്പോൾ E1 ക്ലോസ്ഡ് ആയതുകൊണ്ട് തന്നെ ഈ y E1ൻ്റെ ലിമിറ്റ് പോയിൻ്റ് ആവില്ല. അതുകൊണ്ട് തന്നെ y ഡിസ്റ്റൻസ് ഫ്രം y ടു E1 ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കും. ആ ഡിസ്റ്റൻസ് പോസിറ്റീവ് നമ്പർ ആയിരിക്കും. ഡിസ്റ്റൻസ് അച്ചീവ് ചെയ്യുന്നതൊക്കെ നമുക്കറിയാം E1 ക്ലോസ്ഡ് ആയതുകൊണ്ട്. അപ്പോൾ ആ ഡിസ്റ്റൻസിനെ ഞാൻ എ എന്ന് വിളിക്കുന്നുണ്ട്. എ ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കും. ഓക്കെ, എ എന്തായിരിക്കും? അപ്പോൾ നമുക്കറിയാം ഇൻഫിമം ഓഫ് നോം ഓഫ് y മൈനസ് എക്സ് ബിലോങ്സ് ടു E1. ഓക്കെ, അതെന്താണെന്ന് നമ്മൾ കഴിഞ്ഞ മൊഡ്യൂളിലൊക്കെ കഴിഞ്ഞ തേർഡ് സെമ്മിൽ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്, ഡിസ്റ്റൻസ് എന്താണെന്നൊക്കെ. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് പറയാം? എ എന്നുള്ളത് ഈ സെറ്റിൻ്റെ നോം ഓഫ് y മൈനസ് എക്സ്, സെറ്റ് ഓഫ് ഓൾ നോം ഓഫ് y മൈനസ് എക്സ് സച്ച് ദാറ്റ് എക്സ് ബിലോങ്സ് ടു E1 എന്നുള്ള സെറ്റിൻ്റെ ഇൻഫിമാണ്. അപ്പോൾ 2a എനേക്കാളും വലുതായിരിക്കും. നോൺ നെഗറ്റീവ് ആയിരിക്കും, എ പോസിറ്റീവ് ആയിരിക്കും. അപ്പോൾ 2a എനേക്കാളും വലുതായിരിക്കും. അപ്പോൾ നമുക്ക് എന്ത് പറയാം? x0 എന്നുള്ള ഒരു എലമെൻറ്റ് 2a എനേക്കാളും, ഈ ഇൻഫിമത്തിനേക്കാളും വലുതായിട്ടുള്ള ഒരു നമ്പർ ആയതുകൊണ്ട് തന്നെ ഈ 2aൻ്റെയും എൻ്റെയും ഇടയിൽ ഡിസ്റ്റൻസ് വരുന്ന, y ആയിട്ട് ഡിസ്റ്റൻസ് നോക്കുമ്പോൾ ഡിസ്റ്റൻസ് വരുന്ന ഒരു എലമെൻറ്റ് E1 ഉണ്ടാവും ബൈ ഡെഫിനിഷൻ ഓഫ് ഇൻഫിമം. ഇൻഫിമാണ് 2a എനേക്കാളും വലുതാണ്. ഓക്കെ, അപ്പോൾ therefore there exists x0 belongs to E1 such that norm of y minus x0 less than 2a. ഓക്കെ, 2a ഇൻഫിം ആവില്ല. അതുകൊണ്ട് തന്നെ എൻ്റെയും 2aൻ്റെയും ഇടയിൽ ഒരു നമ്പർ ആ സെറ്റിലുണ്ടാവും. ഈ സെറ്റിൽ, ഓക്കെ, ഈ സെറ്റിലുണ്ടാവും ഇൻഫിം ആയതുകൊണ്ട്, എ ആ സെറ്റിൻ്റെ ഇൻഫിം ആയതുകൊണ്ട്. അപ്പോൾ ഇനി y0 നമ്മൾ എഴുതുകയാണ്. y0 എന്ന് പറഞ്ഞാൽ y മൈനസ് x0. വൈയും നമ്മളിപ്പോൾ പറഞ്ഞ ഈ y മൈനസ് x0, ഈ വെക്ടറിനെ നോർമലൈസ് ചെയ്ത വെക്ടർ. ഓക്കെ, y മൈനസ് x0 ഡിവൈഡ് ബൈ നോം ഓഫ് y മൈനസ് x0 വിച്ച് വിൽ ബി ഇൻ ഇ. ഓക്കെ, ക്ലിയർലി ഇറ്റ് വിൽ ബി ഇൻ ഇ. മോറോവർ അത് യൂണിറ്റ് വെക്ടർ ആയിരിക്കും, കാരണം അതിൻ്റെ ഞാനിപ്പോൾ അണ്ടർലൈൻ ചെയ്ത വെക്ടറിനെ നോർമലൈസ് ചെയ്ത വെക്ടറാണ് y0. അപ്പോൾ അതിൻ്റെ നോം 1 ആയിരിക്കും. ഓക്കെ, ഇനി വൈയും E1ഉം തമ്മിലുള്ള ഡിസ്റ്റൻസ് നമുക്കറിയാം ഇൻഫിമാണ്. ഓക്കെ,
ഇൻഫിമം നോം ഓഫ് വൈ മൈനസ് എക്സ് സച്ച് ദാറ്റ് എക്സ് ബിലോങ്സ് ടു E1 നമ്മൾ മുകളിൽ എഴുതിയിട്ടുണ്ട്, അതാണ് എ. അപ്പോൾ ഇനി ഒരു എക്സിനെ E1 എന്ന് ചൂസ് ചെയ്യാം. എക്സിനെ E1 എന്ന് ചൂസ് ചെയ്താൽ നമ്മൾക്ക് വൈ നോട്ട് മൈനസ് എക്സിൻ്റെ വൈ നോട്ടും എക്സും തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്തിനേക്കാളും വലുതാന്ന് കിട്ടിയാൽ മതി, 1/2 വലുതാന്ന് കിട്ടിയാൽ മതി. അത് കിട്ടുന്നുണ്ടോ നോക്കുക. അപ്പോൾ ഒരു ആർബിട്രറി ആയിട്ട് E1 എന്ന് എക്സിനെ ചൂസ് ചെയ്ത് എക്സും വൈ നോട്ടും തമ്മിലുള്ള ഡിസ്റ്റൻസ് നോം ഓഫ് വൈ നോട്ട് മൈനസ് എക്സിനെ കൺസിഡർ ചെയ്ത് ഷുഡ് ബി ഈക്വൽ ടു വൈ ഡെഫിനിഷൻ ഓഫ് വൈ നോട്ട് which will be equal to norm of y minus x naught divided by y norm of y minus x naught minus x. ഓക്കെ, ഈ സ്റ്റെപ്പ് ക്ലിയർ ആണ്. വൈ നോട്ടിന് അതിൻ്റെ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തതാണ്. ഇനി ഒന്ന് സിംപ്ലിഫൈ ചെയ്ത് കൊടുക്കുക. ഡിനോമിനേറ്ററിലുള്ള നോം ഓഫ് വൈ മൈനസ് എക്സ് നോട്ട് നോമിൻ്റെ പുറത്ത് വരും. പോസിറ്റീവ് നമ്പർ ആയതുകൊണ്ട് മോഡ്ലെസ് ഓഫ് വൈ 1 നോം ഓഫ് വൈ മൈനസ് എക്സ് നോട്ട് ആയിരിക്കും. മോഡ്ലെസിൻ്റെ ആവശ്യം ഉണ്ടാവില്ല, കാരണം നോം ഓഫ് വൈ മൈനസ് എക്സ് നോട്ട് പോസിറ്റീവ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് അതിനെങ്ങനെ എഴുതാം? 1 നോം ഓഫ് വൈ മൈനസ് എക്സ് നോട്ട് ഇൻറ്റു നോം ഓഫ് വൈ മൈനസ് എക്സ് നോട്ട് മൈനസ് നോം ഓഫ് വൈ മൈനസ് എക്സ് നോട്ട് ഇൻറ്റു എക്സ് എന്ന് എഴുതാം. ഓക്കെ, ഇങ്ങനെയാണ് ചെയ്തത്. തൊട്ട് മുന്നത്തെ സ്റ്റെപ്പിൽ നമുക്ക് ഈ നോമിനെ പുറത്തെഴുതണമെങ്കിൽ അതിനെ ഇവിടെ കൂടെ കൊടുക്കേണ്ടി വരും. ഓക്കെ, അതായത് എക്സിനെ നോം ഓഫ് വൈ മൈനസ് എക്സ് നോട്ട് വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് ഡിവൈഡ് ചെയ്ത്. ഓക്കെ, സ്കാലാർ മൾട്ടിപ്ലിക്കേഷൻ 1 മൾട്ടിപ്ലൈ ചെയ്ത്, അതായത് 1 എനിക്ക് എങ്ങനെ എഴുതാം? നോം ഓഫ് വൈ മൈനസ് എക്സ് നോട്ട് ഡിവൈഡ് ബൈ നോം ഓഫ് വൈ മൈനസ് എക്സ് നോട്ട് എന്നുള്ള രൂപത്തിൽ എഴുതുക. എന്നിട്ട് ആ ഡിനോമിനേറ്ററിനെ പുറത്ത് എഴുതാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ സ്റ്റെപ്പ് കിട്ടും. ഓക്കെ, അവിടെ നിന്ന് റീഅറേഞ്ച് ചെയ്യുക. അതായത് ഞാൻ ചെയ്യുന്നത് ഇവിടെ നിന്ന് മൈനസിനെ, ഈ രണ്ട് ടേമിൽ നിന്നും മൈനസിനെ കോമൺ എടുക്കുക. അപ്പോൾ അവിടെ എന്താ എഴുതാം? നോം ഓഫ് വൈ മൈനസ് എക്സ് നോട്ട് പ്ലസ് നോം ഓഫ് വൈ മൈനസ് എക്സ് നോട്ട് ഇൻറ്റു എക്സ് എന്ന് എഴുതാം. ഓക്കെ, സ്കെലാർ മൾട്ടിപ്ലിക്കേഷൻ. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താ അറിയാം? നോം ഓഫ് വൈ മൈനസ് ഈ ടേം നമ്മളുടെ ഈയിലുള്ള ഒരു മിനിറ്റ്, ആ ടേം നമ്മളുടെ ഏത് സെറ്റിലായിരിക്കും ഉണ്ടാവുക? ഈയിലാണോ E1-ലാണോ എന്ന് ആലോചിച്ചു. അതേപോലെ നോം ഓഫ് വൈ മൈനസ് എക്സ് നോട്ടിനെ കുറിച്ചിട്ട് എന്തെങ്കിലും പറയാൻ പറ്റുമോ നോക്കാം. ഓക്കെ, അപ്പോൾ തൊട്ട് മുന്നത്തെ പേജ് തന്നെ എടുക്കാം. അവിടെ നമ്മൾ എഴുതിയിട്ടുണ്ട് എക്സ് നോട്ട് E1-ലെ എലമെൻ്റാണ്. ഓക്കെ അല്ലേ? എക്സ് നോട്ട് E1-ലെ എലമെൻ്റാണ്. വൈയും E1-ഉം തമ്മിലുള്ള ഡിസ്റ്റൻസ് എ ആണ്. അപ്പോൾ എക്സ് നോട്ടും വൈയും തമ്മിലുള്ള ഡിസ്റ്റൻസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എ ആയിരിക്കും. വൈ മൈനസ് എക്സ് നോട്ട് വൈയും എക്സ് നോട്ടും തമ്മിലുള്ള ഡിസ്റ്റൻസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2a ആണ്. ഓക്കെ, അപ്പോൾ അത് വെച്ചിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ എക്സ് നോട്ട് E1-ലെ എലമെൻ്റാണ്, എക്സും E1-ലെ എലമെൻ്റാണ്. അപ്പോൾ നമുക്ക് എന്ത് പറയാം? ഈ ഞാനിപ്പോൾ മാർക്ക് ചെയ്ത ഇത് E1-ലെ എലമെൻ്റ് ആയിരിക്കും. വൈയും E1-ഉം തമ്മിലുള്ള ഡിസ്റ്റൻസ് എ ആണ്. അപ്പോൾ ഇത് E1-ലെ എലമെൻ്റ് ആണ്. അപ്പോൾ വൈയും ആ വെക്ടറും തമ്മിലുള്ള ഡിസ്റ്റൻസ് ഗ്രേറ്റർ ദാൻ എ ആയിരിക്കും. ഓക്കെ, അപ്പോൾ അതിൻ്റെ ന്യൂമറേറ്ററിൽ ഒരു അതിനേക്കാളും വലിയ നമ്പർ വെച്ചിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് എ. ഡിനോമിനേറ്ററിൽ വൈ മൈനസ് എക്സ് നോട്ടിൻ്റെ ഡിസ്റ്റൻസ്, വൈയും എക്സ് നോട്ടും തമ്മിലുള്ള ഡിസ്റ്റൻസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2a ആണെന്ന് നമ്മൾ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഡിനോമിനേറ്ററിൽ ചെറിയ നമ്പറും വെച്ചിട്ട് റീപ്ലേസ് ചെയ്ത് ഇപ്പോൾ നമ്മളുടെ ഇന്നീക്വാളിറ്റി എന്താവും? ഈക്വാളിറ്റി മാറിയിട്ട് ഇന്നീക്വാളിറ്റി ആവും. ഇന്നീക്വാളിറ്റി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ആയിരിക്കും. അതാണ് നമ്മൾ അവസാനം എഴുതിയ ഈ സ്റ്റെപ്പ്. ഓക്കെ, അപ്പോൾ a/2a വരും. a/2a 1/2 ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? therefore that is norm of y naught minus x greater than or equal greater than 1/2 for all x belongs to E1.
ദർഫോർ അപ്പോൾ 1/2 വലുതാണ് ഈ y0 മൈനസ് എക്സിൻ്റെ വൈയും y0 എക്സും തമ്മിലുള്ള ഡിസ്റ്റൻസ് എല്ലാ എക്സിലും. അപ്പോൾ അതിൻ്റെ ഇൻഫിമം എന്തിനേക്കാളും വലുതായിരിക്കും, 1/2 വലുതോ ഈക്വൽ ആയിരിക്കും. ഇങ്ങനെയുള്ള നമ്പേഴ്സിൻ്റെ ഇൻഫിമം 1/2 വലുതോ ഈക്വൽ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഡിസ്റ്റൻസ് ഫ്രം y0 to E1 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1/2 ആയിരിക്കും. ഇതാണ് ലെമ്മ. ഇനി ഈ ലെമ്മ ഉപയോഗിച്ചിട്ട് ഡയറക്റ്റായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കൊറോളറിയാണ് അടുത്തത്. ഓക്കെ, എക്സ് എന്നുള്ളത് ഒരു ഇൻഫൈനൈറ്റ് ഡയമെൻഷണൽ വെക്ടർ സ്പേസ് ആണെന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ ഐഡൻറ്റിറ്റി ഓപ്പറേറ്റർ ആ എക്സ് ഐ ഫ്രം എക്സ് ടു എക്സ് ഐ ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് എന്നുള്ള ഐഡൻറ്റിറ്റി ഓപ്പറേറ്റർ കോമ്പാക്റ്റ് അല്ല എന്നാണ് കൊറോളറി. ഓക്കെ, അപ്പോൾ നിങ്ങൾ കോമ്പാക്റ്റ് ഓപ്പറേറ്ററിൻ്റെ ആ സെക്ഷൻ ഒന്ന് റെഫർ ചെയ്യണം. കോമ്പാക്റ്റ് അല്ല എന്ന് പ്രൂവ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് പ്രൂവ് ചെയ്താൽ മതി, അവിടുത്തെ ക്ലോസ്ഡ് യൂണിറ്റ് ഡിസ്ക് കോമ്പാക്റ്റ് അല്ല എന്ന് പ്രൂവ് ചെയ്താൽ മതി. അത് നിങ്ങൾ കോമ്പാക്റ്റ് ഓപ്പറേറ്റർ ഡിഫൈൻ ചെയ്ത് ആ സെക്ഷൻ ഒന്ന് റെഫർ ചെയ്താൽ മതി. അവിടെ എഴുതിയിട്ടുണ്ട്. ഓക്കെ, കഴിഞ്ഞ സെമസ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത പോർഷനാണ്. ഓക്കെ, അപ്പോൾ അവിടെ ഒന്ന് റെഫർ ചെയ്യുക. അപ്പോൾ നമുക്ക് കോമ്പാക്റ്റ് അല്ല എന്ന് പ്രൂവ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് പ്രൂവ് ചെയ്താൽ മതി, ഡി എക്സ് ഈക്വൽ ടു, അതായത് എക്സ് എന്നുള്ള സ്പേസിലെ യൂണിറ്റ് ക്ലോസ്ഡ് ഡിസ്ക് സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് നോം ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ആ സെറ്റ് കോമ്പാക്റ്റ് അല്ല എന്ന് പ്രൂവ് ചെയ്താൽ മതി. ഓക്കെ, നമ്മൾ അസ്യൂം ചെയ്യുന്നുണ്ട് എക്സ് ഇൻഫൈനൈറ്റ് ഡയമെൻഷണൽ വെക്ടർ സ്പേസ് ആണെന്ന് നമ്മൾ അസ്യൂം ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾക്ക് ഒരു സബ് സ്പേസിൻ്റെ ഫാമിലി കൺസ്ട്രക്ട് ചെയ്തെടുക്കാം. ഓക്കെ, അതായത് എക്സ് എന്നൊരു നോൺ സീറോ വെക്ടർ എടുക്കുക, അത് സ്പാൻ ചെയ്യുന്ന കളക്ഷൻ. ഇനി ആ സ്പാനുമായിട്ട് ആ വെക്ടർ സ്പേസുമായിട്ട് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള വേറൊരു വെക്ടർ എക്സ് എന്ന് എടുക്കുക. എന്നിട്ട് ആ രണ്ട് വെക്ടേഴ്സും അതും ആ സബ് സ്പേസും സ്പാൻ ചെയ്യുന്ന വെക്ടർ സ്പേസ് കൺസിഡർ ചെയ്യുക. പിന്നെ ആ വെക്ടർ സ്പേസിലില്ലാത്ത വേറെ ഒരു എലമെൻറ്റ് എക്സ് എന്ന് കൺസിഡർ ചെയ്യുക. അങ്ങനെ നമുക്ക് E1 E2 എക്സെട്ര എന്നുള്ള ഒരു സീക്വൻസ് ഓഫ് സബ്സ്പേസുകൾ, പ്രോപ്പർ സബ്സ്പേസുകൾ, എക്സിൻ്റെ പ്രോപ്പർ സബ്സ്പേസുകൾ നമുക്ക് കൺസ്ട്രക്ട് ചെയ്തെടുക്കാം. ഓക്കെ, അങ്ങനെ കൺസ്ട്രക്ട് ചെയ്തെടുക്കുന്ന ഒരു സബ്സ്പേസിൻ്റെ കളക്ഷനാണ്, ഫാമിലി ഓഫ് കളക്ഷനാണ്, ഫാമിലി ഓഫ് സബ്സ്പേസസ് ആണ് സെറ്റ് ഓഫ് ഓൾ I runs from 1 to infinity such that E1 subset of E2 subset of E3 etc. Okay. Moreover, by construction, ഞാനിപ്പോൾ പറഞ്ഞ കൺസ്ട്രക്ഷൻ പ്രകാരം ഓരോ EIസിൻ്റെയും ഡയമെൻഷൻ I ആയിരിക്കും. അതായത് E1ൻ്റെ ഡയമെൻഷൻ എന്തായിരിക്കും, ഒറ്റ വെക്ടർ സ്പാൻ ചെയ്യുന്ന വെക്ടർ സ്പേസ് ആണ്. അപ്പോൾ 1 E2 എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം കൺസ്ട്രക്ട് ചെയ്തെടുത്ത വെക്ടർ സ്പേസും അതിലേക്കൊരു ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് വെക്ടറിനെയും കൂടെ ആഡ് ചെയ്തിട്ടുള്ള അത് സ്പാൻ ചെയ്യുന്ന വെക്ടർ സ്പേസ് ആണ് E2. അപ്പോൾ അതിൻ്റെ ഡയമെൻഷൻ 2. അപ്പോൾ ജനറലായിട്ട് EIസിൻ്റെ ഡയമെൻഷൻ എന്തായിരിക്കും ബൈ കൺസ്ട്രക്ഷൻ I ആയിരിക്കും. ഓക്കെ, ഫോർ ഓൾ I ആൻഡ് EI നോട്ട് ഈക്വൽ ടു EI+1. ഓക്കെ, EI+1 ഈക്വൽ ആവില്ല. EI എന്ന് പറഞ്ഞാൽ EI+1 എന്ന് പറഞ്ഞാൽ EIയിലേക്ക് ഒരു ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് വെക്ടർ ആഡ് ചെയ്തിട്ട് കിട്ടുന്ന എന്നിട്ട് സ്പാൻ ചെയ്തിട്ട് കിട്ടുന്ന വെക്ടർ സ്പേസ് ആയിരിക്കും. ഓക്കെ, EI+1. സിൻസ് ഈച്ച് EI ഈസ് ഫൈനൈറ്റ് ഡയമെൻഷണൽ, EI ഈസ് ക്ലോസ്ഡ്. ഓക്കെ, ക്ലിയർ ആണ്. എല്ലാ EIസും ഫൈനൈറ്റ് ഡയമെൻഷനിലാണ്. എല്ലാ ഫൈനൈറ്റ് ഡയമെൻഷണൽ വെക്ടർ സബ് സ്പേസുകളും നമ്മളുടെ പാരന്റ് സ്പേസിൽ ക്ലോസ്ഡ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് പറയാം, തൊട്ടുമുന്നത്തെ തിയറി പ്രകാരം ഫോർ ഈച്ച് I there exists yi belongs to EI+1 such that norm of yi equal to 1 and distance from yi to EI greater than or equal to 1/2. ഓക്കെ, തൊട്ടുമുന്നത്തെ തിയറി അപ്ലൈ ചെയ്താണ്. അപ്പോൾ നമുക്ക് എന്ത് പറയാം, ഇങ്ങനെ ഓരോ EI+1ലും ഓരോ YIസിനെ എനിക്ക് ചൂസ് ചെയ്യാം. അപ്പോൾ ഒരു സീക്വൻസ് ഓഫ് YIs എനിക്ക് നമ്മളുടെ പാരന്റ് സ്പേസിൽ കിട്ടും. അവർ തമ്മിലുള്ള ഡിസ്റ്റൻസ് YIs തമ്മിലുള്ള അഡ്ജസൻ്റ് ആയിട്ടുള്ള YIs തമ്മിലുള്ള ഡിസ്റ്റൻസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1/2 ആയിരിക്കും ബൈ കൺസ്ട്രക്ഷൻ. കാരണം YIയും EIയും തമ്മിലുള്ള ഡിസ്റ്റൻസ്
ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1/2 ആണ്. yi-1 അല്ലെങ്കിൽ yi-1 നോക്കാം കേട്ടോ, അതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. yi-1 ഈ ഐയിലെ എലമെൻ്റ് ആയിരിക്കും. അപ്പോൾ yi-യും yi-1 തമ്മിലുള്ള ഡിസ്റ്റൻസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1/2 ആയിരിക്കും. ഓക്കെ, അപ്പോൾ ആ സീക്വൻസ് ഓഫ് yi നമ്മളുടെ സീക്വൻസ് ഓഫ് yi ഡി എക്സിലുള്ള ഒരു സീക്വൻസ് ആയിരിക്കും. ഡി എക്സ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഞാൻ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, യൂണിറ്റ് ക്ലോസ്ഡ് ഡിസ്ക്. ഓക്കെ, so the sequence yi is a sequence in dx such that it has no Cauchy sequence and hence no converging subsequence. ഓക്കെ, നമ്മൾ എല്ലാ അഡ്ജസൻ്റ് ആയിട്ടുള്ള അടുത്തടുത്തുള്ള ടേംസ് ആ സീക്വൻസ് yiൻ്റെ സീക്വൻസിൽ അടുത്തടുത്തുള്ള വെക്ടേഴ്സ് തമ്മിലുള്ള ഡിസ്റ്റൻസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1/2 ആണ്. അതുകൊണ്ട് തന്നെ അത് കോഷി സീക്വൻസ് ആവില്ല. ഓക്കെ, ഓരോ ടേംസ് അടുത്തടുത്തുള്ള ടേംസൊക്കെ ഉള്ള ഡിസ്റ്റൻസൊക്കെ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1/2 ആണ്. ഓക്കെ, എല്ലാ ടേംസ് തമ്മിലുള്ള ഡിസ്റ്റൻസും അടുത്തുള്ള അഡ്ജസൻ്റ് ആയിട്ടുള്ള ടേംസ് തമ്മിലുള്ള ഡിസ്റ്റൻസൊക്കെ 1/2 വലുതാണ്. അപ്പോൾ ആ സീക്വൻസ് കോഷി സീക്വൻസ് ആവില്ല. അതുകൊണ്ട് തന്നെ അതിനൊരു കൺവേർജിങ് സബ് സീക്വൻസും ഉണ്ടാവില്ല. ഓക്കെ, സബ് സീക്വൻസ് ഉണ്ടാവില്ല ആൻഡ് ഹെൻസ് നോ കൺവേർജിങ് സബ് സീക്വൻസ്. ദെർഫോർ dx ഈസ് നോ കോമ്പാക്റ്റ്. അപ്പോൾ ആ സെറ്റ് നമ്മളുടെ സ്പേസിൽ കോമ്പാക്റ്റ് അല്ല. അതുകൊണ്ട് ഐ എന്നുള്ള ഓപ്പറേറ്റർ നമുക്ക് എന്തല്ല എന്ന് പറയാം, കോമ്പാക്റ്റ് ഓപ്പറേറ്റർ അല്ല എന്ന് പറയാം. ഓക്കെ, ഇതാണ് ഫസ്റ്റ് റിസൾട്ട്. നെക്സ്റ്റ് റിസൾട്ട് സിമ്പിളാണ്. ഫോർ എവറി കോമ്പാക്റ്റ് ഓപ്പറേറ്റർ ടി 0 ബിലോങ്സ് ടു സിഗ്മ ഓഫ് ടി. അതായത് ഏതൊരു കോമ്പാക്റ്റ് ഓപ്പറേറ്റർ എടുത്താലും 0 അതിൻ്റെ ഒരു സ്പെക്ട്രം ആയിരിക്കും. ഓക്കെ, സിഗ്മ ഓഫ് ടിയിലുണ്ടാവും. ഓക്കെ, സിമ്പിൾ പ്രൂഫാണ്. സപ്പോസ് കോൺട്രഡിക്ഷൻ ഉപയോഗിക്കുക. സപ്പോസ് 0 ഡസ് നോട്ട് ബിലോങ് ടു സിഗ്മ ഓഫ് ടി. സിഗ്മ ഓഫ് ടിയിൽ 0 അല്ല എന്ന് കരുതും. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം, ടി ഇൻവേർട്ടിബിൾ ആണെന്ന് പറയാം. ഓക്കെ, സിഗ്മ ഓഫ് ടിയിൽ 0 ഇല്ല. അപ്പോൾ നമുക്ക് എന്ത് പറയാം, t-0i ഇൻവേർട്ടിബിൾ അല്ല. ടി ഈസ് ഇൻവേർട്ടിബിൾ. ഓക്കെ, ടി ഇൻവേർട്ടിബിൾ ആണെന്നാണ്, നോട്ട് ഇൻവേർട്ടിബിൾ എന്നല്ല. t-0i ഈസ് ഇൻവേർട്ടിബിൾ എന്ന് പറയാം. അതായത് 0 അതിൻ്റെ ഒരു സ്പെക്ട്രാണ്. ഓക്കെ, ഇൻവേർട്ടിബിൾ ആണ്, സ്പെക്ട്ര അല്ല എന്ന് പറയാം. അപ്പോൾ അതായത് t-0i എന്ന് പറഞ്ഞാൽ ടിക്ക് ഈക്വൽ ആയിരിക്കും. അതുകൊണ്ട് ടി ഇൻവേർട്ടിബിൾ ആണെന്ന് പറയാം. ടി ഇൻവേർട്ടിബിൾ ആയതുകൊണ്ട് തന്നെ ടി ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യും. ഓക്കെ, ടി ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യും. ടി ഇൻവേഴ്സ് ഒരു ബൗണ്ടറി ലീനിയർ ഓപ്പറേറ്റർ ആയിരിക്കും. ടി ഇൻവേഴ്സ് ഇൻറ്റു ടി ഇൻവേഴ്സ് കോമ്പോസിഷൻ ടി എന്തായിരിക്കും, ഐക്ക് ഈക്വൽ ആയിരിക്കും. കാരണം ടീൻ്റെ ഇൻവേഴ്സാണ് ടി ഇൻവേഴ്സ്. ഓക്കെ, ഐ അപ്പോൾ ടിയും ടി ഇൻവേഴ്സും എന്താണ്, കോമ്പാക്റ്റ് ഓപ്പറേറ്റർ. ടി ഇൻവേഴ്സ് ടി ഈക്വൽ ടു ഐ അതൊരു കോമ്പാക്റ്റ് ഓപ്പറേറ്റർ ആയിരിക്കും. ഓക്കെ, ടി ഇൻവേഴ്സ് ടി ഒരു കോമ്പാക്റ്റ് ഓപ്പറേറ്റർ ആയിരിക്കും. അതായത് ഐ ഒരു കോമ്പാക്റ്റ് ഓപ്പറേറ്റർ ആയിരിക്കും. പക്ഷേ നമുക്ക് തൊട്ട് മുന്നത്തെ സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ പ്രൂവ് ചെയ്തിട്ടുണ്ട് ഐ കോമ്പാക്റ്റ് ഓപ്പറേറ്റർ അല്ല എന്ന് പ്രൂവ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം, ഇത് കോൺട്രഡിക്ഷനാണ്. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം, 0 സിഗ്മ ഓഫ് ടിയിൽ ഉണ്ട് എന്ന് പറയാം. ഓക്കെ, നമ്മൾ ഈ വീഡിയോയിൽ ഈ 3 റിസൾട്ടുകളാണ് ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നിങ്ങൾ കോമ്പാക്റ്റ് ഓപ്പറേറ്ററിൻ്റെ ആ സെക്ഷൻ ഒന്ന് റെഫർ ചെയ്യണം. അത് വെച്ചിട്ടുള്ള തിയറംസാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ അത് റെഫർ ചെയ്തിട്ട് നോക്കിയായിരിക്കും കുറച്ചുകൂടെ നല്ലത്. ഓക്കെ, സിമ്പിളാണ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം.